നമസ്കാരം. കുട്ടികളെ ഫുഡ് കഴിപ്പിക്കുക എന്നുള്ളതാണ് അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പണി. പലപ്പോഴും കുറേ സമയമെടുക്കും കുട്ടികൾ ഫുഡ് കഴിക്കാൻ. അതുപോലെ തന്നെ അവർക്ക് ഏറ്റവും മടി ഫുഡ് കഴിക്കാൻ തന്നെയായിരിക്കും. പലതരത്തിലുള്ള പരീക്ഷണങ്ങളും നമ്മൾ ഫുഡ് വെച്ചിട്ട് പരീക്ഷിക്കാറുണ്ട് കുട്ടികളെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അത്തരത്തിലൊരു റെസിപ്പി ആയിട്ടാണ്. സ്റ്റഫ്ഡ് ഇഡ്ഡലി. സാധാരണ നമ്മൾ ഇഡ്ഡലി കൊടുക്കുന്നതിൽ നിന്ന് വ്യത്യാസമായിട്ട് അതിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അത് കാണുമ്പോഴുള്ള ഒരു അട്രാക്ഷനും ഉണ്ടാവും. അതുപോലെ തന്നെ കഴിക്കാനുള്ള ടെൻഡൻസിയും കൂടുതലായിരിക്കും. അവർക്ക് സ്നാക്ക് ബോക്സിലും പാക്ക് ചെയ്ത് കൊടുത്തയക്കാൻ പറ്റും. ഇതിൽ ഫില്ലിംഗ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പൊട്ടറ്റോ ആണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഏത് ഫില്ലിംഗ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം. സ്റ്റഫ്ഡ് ഇഡ്ഡലി ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം ഇതിലേക്ക് ഒരു ഇഡ്ഡലി പൊടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് ആദ്യം എടുത്തിരിക്കുന്നത് എള്ളാണ്. ഇതിപ്പോൾ 1/2 കപ്പ് എള്ളുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. പാത്രത്തിലേക്ക് ചേർത്തിട്ട് എണ്ണയൊന്നും ചേർക്കണ്ട, എള്ള് ചേർത്ത് നന്നായിട്ട് പൊട്ടി വരുന്നത് വരെ വറുത്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പൊട്ടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. എള്ള് വറുത്ത് മാറ്റി ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയോ നല്ലെണ്ണ ഏതാണെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഉഴുന്നെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് എള്ളാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അളവാണ് ഞാൻ പറയണേ. 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 3-4 മിളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. മിളക് ഇടരുത്. ആദ്യം നമുക്ക് ഇത് രണ്ടും ഇട്ട് വറുത്തെടുക്കാം. ഇത് രണ്ടും നന്നായി ചുമക്കുന്ന വരെ വറുത്തെടുക്കാം. എള്ളിൻ്റെ ഗുണങ്ങൾ നമുക്കറിയാമെങ്കിൽ എള്ള് അങ്ങനെ നമ്മൾ കഴിക്കാറില്ല. അപ്പോൾ ഇതുപോലെ ഇഡ്ഡലി പൊടിയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും നമുക്ക് ഇഡ്ഡലി ദോശയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഫില്ലിങ്ങുള്ള ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലും ചേർത്ത് കൊടുക്കാം. ഉഴുന്നും പരിപ്പും കടലപ്പരിപ്പും നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് കോരി മാറ്റുകയാണ്. നമ്മുടെ എരിവിന് ആവശ്യമുള്ള മുളക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ചുവന്ന മുളക് ഞാനിപ്പോൾ ഒരു 4 മുളകാണ് എടുത്തിരിക്കണേ. ഇത് ഓഫ് ചെയ്യണേക്കാളും മുമ്പായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കായപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. മുളക് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഞാനിതിനെ ഓഫ് ചെയ്യാണ്. ഇനി ഇത് നമുക്ക് നന്നായി ചൂടാറിയതിന് ശേഷം എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കണം. ചെറുതായി ചൂടാറി വന്നിട്ടുണ്ട്. ആദ്യം ഈ കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും മുളകും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം വേണം അതിലേക്ക് എള്ള് ഇട്ടിട്ട് ഒരുമിച്ച് പൊടിക്കാനായിട്ട്. തരിതരിപ്പായി പൊടിച്ചെടുത്തു. ഇനി ഇതിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കാം, വറുത്ത് വെച്ചത്. വെള്ള എള്ളിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് കറുത്ത എള്ളും ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എള്ളുപൊടി റെഡി ആയിട്ടുണ്ട്. ഞാനതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുത്തു. നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ അടിച്ചെടുക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു 2 ആഴ്ച വരെയൊക്കെ കേടാവാതെ ഇരുന്നോളും. അപ്പോൾ ഇനി നമുക്ക് സ്റ്റഫ്ഡ് ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ സ്റ്റഫിങ് ഉണ്ടാക്കാനായിട്ട് പാത്രം നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാള അരിഞ്ഞത് ചേർത്തു. നന്നായി ചെറുതാക്കി അരിഞ്ഞത് വേണം. ചെറിയ സവാള ഇല്ലെങ്കിൽ ഒരു വലിയ സവാളയുടെ പകുതി എടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് പൊട്ടറ്റോ ഒക്കെ ചേർക്കാണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർക്കുക. ഞാൻ ഈ സ്റ്റഫിങ് പൊട്ടറ്റോ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾ കഴിക്കാത്ത ഏത് വെജിറ്റബിൾസ്, ക്യാരറ്റ് അങ്ങനെ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒന്ന് വേവിച്ച് ഉടച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് മസാല ഉണ്ടാക്കിയെടുത്താൽ മതി. ഇത് നന്നായിട്ട് ആയി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. മുളക് പൊടി ചേർക്കുന്നില്ല. അതിന് പകരമായിട്ട് ഞാൻ കുറച്ച് ചാട്ട് മസാല ചേർക്കുന്നുണ്ട് ഫ്ലേവറിന്. അങ്ങനെ നിങ്ങളുടെ കുട്ടികളെ ഏതാ ഫ്ലേവർ ഇഷ്ടമുള്ള വെച്ചെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു 2 മീഡിയം സൈസ് പൊട്ടറ്റോ നന്നായി പുഴുങ്ങി ഉടച്ചെടുത്തതാണ്. നന്നായി ഉടച്ചെടുത്തതിന് ശേഷം വേണം നമ്മളിതിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയിലയും കുറച്ച് പച്ചമുളകും ചേർക്കുന്നുണ്ട്. നമ്മുടെ പൊട്ടറ്റോ റെഡി ആയി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ. അതിന് ശേഷം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. ഇതൊന്ന് ചൂടാറട്ടെ. പൊട്ടറ്റോ സ്റ്റഫിങ് നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് നമ്മൾ കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം. കയ്യിൽ വെച്ചിട്ട് നമുക്കിതിൽ നിന്ന് കുറച്ചെടുക്കാം. ആദ്യം ഇഡ്ഡലിയുടെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറേശ്ശെ ആക്കിയിട്ട് ഉരുളകളാക്കി എടുക്കുക. ഇത് കൈൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തണം. നമുക്ക് ഇഡ്ഡലിയുടെ ഉള്ളിൽ വെക്കണമല്ലോ. ഇത് മാറ്റി വയ്ക്കാം. പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ആദ്യം തട്ട് വെച്ചിട്ട് നമുക്ക് എണ്ണ തടവി കൊടുക്കാം. ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ സാധാരണ ഇഡ്ഡലി ബാറ്റർ ഞാനിങ്ങനത്തെ സ്പൂണിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു പകുതി സ്പൂണ് ഇട്ടാൽ മതിയാവും. നമ്മൾ അധികം ചേർത്താൽ ഇനി ഇതിൽ ഫില്ലിങ് വെക്കുമ്പോൾ വീണ്ടും അതിൻ്റെ മുകളിൽ നമ്മൾ മാവ് ഒഴിക്കാനുള്ള സ്പേസ് കിട്ടില്ല. അതുകൊണ്ടാണ് കുറച്ച് ചേർക്കാൻ പറയണേ. നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം ഓരോന്നിലും. ഇനിയിത് ഫില്ല് ചെയ്തെടുക്കണം. ഇഡ്ഡലി ബാറ്റർ വീണ്ടും മുകളിൽ ഒഴിച്ചു കൊടുക്കുക. എള്ളുപൊടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് സാധാരണ ഇഡ്ഡലി വേവിച്ചെടുക്കുന്ന പോലെ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് ആയിട്ടുണ്ടോയെന്ന് തുറന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടൂത്ത് പിക്കോ സ്പൂണോ വെച്ചിട്ട് പതുക്കെ ഒന്ന് കുത്തി നോക്കാം. ക്ലീനായിട്ട് വന്നിട്ടുണ്ട് ടൂത്ത് പിക്ക്. നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. സ്റ്റഫ്ഡ് ഇഡ്ഡലി റെഡിയായി. ഇത് ചൂടാറുമ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം.